ഓം നമോ ഭഗവതേ വാസുദേവായ. നാളെ പരശുരാമ ജയന്തിയാണ്. ഏപ്രിൽ 19. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കർത്താവായ മഹാവിഷ്ണു സത്വഗുണമൂർത്തിയാണ്. വിഷ്ണു എന്നാൽ എല്ലായിടത്തും നിറഞ്ഞവൻ എന്നർത്ഥം. പൂർണ്ണാവതാരങ്ങൾ, അംശാവതാരങ്ങൾ ആദിയായി വിഷ്ണുവിന് അസംഖ്യം അവതാരങ്ങളുണ്ട്. സനകൻ, സനന്ദൻ, സനത് കുമാരൻ, കപിലൻ, ദത്താത്രേയൻ, നാരദൻ, മോഹിനി, ധന്വന്തരി, വ്യാസൻ എന്നിവർ വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ്. ദേവി ഭാഗവതം മഹാവിഷ്ണുവിൻ്റെ 26 അവതാരങ്ങളെ വർണ്ണിക്കുന്നു. ധർമ്മം നശിച്ച് അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ധർമ്മ സംസ്ഥാനാർത്ഥം ഭഗവാൻ അവതരിക്കുന്നു. എന്നാൽ ദശാവതാരങ്ങളാണ് ഏറ്റവും പ്രധാനം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി എന്നീ ദശാവതാരങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിൽ ശ്രീകൃഷ്ണൻ എല്ലാവിധത്തിലും അർത്ഥത്തിലും വിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമാണ്. ഇതിൽ 6ാമത്തെ അവതാരമാണ് പരശുരാമൻ. കാർത്തവീര്യാർജുനൻ തുടങ്ങിയ ദുഷ്ടന്മാരായ രാജാക്കന്മാരുടെ അക്രമം മൂലം ദുഃഖിതയായ ഭൂമിദേവി വൈകുണ്ഠത്തിലെത്തി വിഷ്ണു ഭഗവാനോട് സങ്കടം ഉണർത്തിച്ചപ്പോൾ ഭഗവാൻ അവരെ സമാധാനിപ്പിച്ച് താൻ പരശുരാമൻ എന്ന പേരിൽ അവതരിച്ച് സങ്കടം തീർത്തു തരാം എന്ന് ഉറപ്പുകൊടുത്തു. അങ്ങനെ ജമദഗ്നി മഹർഷിയുടെ രേണുകാദേവിയുടെയും പുത്രനായി ജനിച്ച് രാമൻ എന്ന ആദ്യത്തെ പേരിലും പിന്നീട് പരശുരാമൻ എന്ന പേരിലും അറിയപ്പെട്ടു. ഒരിക്കൽ അവിവേകമായി പെരുമാറിയതിന് ഭാര്യയായ രേണുകയുടെ തല വെട്ടാൻ ജമദഗ്നി മഹർഷി മക്കളോട് പറഞ്ഞു. ആരും തയ്യാറായില്ല. മഹർഷി പരശുരാമനോട് പറഞ്ഞപ്പോൾ കഴുത്തു വെട്ടിയാൽ എന്ത് തരും എന്നായി ചോദ്യം. എന്ത് ചോദിച്ചുവോ അത് തരും എന്നായി മഹർഷി. മഴു എടുത്ത് ഒന്നും ആലോചിക്കാതെ പിതൃവാക്ക് പാലിക്കാൻ ഒരു വെട്ടുകൊടുത്തു. അമ്മയുടെ തലയും ഉടലും വേറെയാക്കി. ഉടനെ അമ്മയെ ജീവിപ്പിക്കണം എന്നായിരുന്നു ആവശ്യം. ഈ വരം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. ശ്രീരാമനോട് മാത്രം പരാജയപ്പെട്ട പരശുരാമൻ പിന്നീട് മഹേന്ദ്ര പർവ്വതത്തിലേക്ക് തപസ്സിന് പോവുകയാണ് ചെയ്തത്. എല്ലാവർക്കും പരശുരാമ ജയന്തി ആശംസകൾ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.